ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. വെള്ളമില്ലാത്ത ഭൂമി, ജൈവലോകമില്ലാത്ത, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യമില്ലാത്ത വരണ്ട ഭൂമിയായിരിക്കും. ഭൂമിയുടെ ഹരിതാഭയും ജൈവ വൈവിധ്യവും നിലനിൽക്കുന്നത് ജലമെന്ന പ്രകൃതി സമ്പത്തുകൊണ്ടാണ്. പെരുമഴയിൽ കുത്തിയൊലിക്കുന്ന നീരുറവുകളും കലങ്ങിമറിയുന്ന നദികളുമല്ല ജലവിഭവത്തിന്റെ സ്രോതസ്, ഭൂഗർഭജലം കൂടിയാണ്. മണ്ണിന്റെ നനവ് നിലനിർത്തുന്നതും മനുഷ്യരുൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ നിർണായകമായി ഇടപെടുന്നതും ഭൂഗർഭജലമാണ്. ഭൂഗർഭജലത്തിന്റെ ശോഷണം, ഉപ്പുകലരൽ, മലിനീകരണം എന്നിവ ലോകം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പാരിസ്ഥിതിക പ്രതിസന്ധിയാണ്. 2021 യുനെസ്കോ വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഭൂഗർഭജലത്തിന്റെ ആഗോള ഉപയോഗം ഏതാണ്ട് കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് 6 ഇരട്ടിയോളം വർദ്ധിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സമകാലീന ലോകം നേരിടുന്ന ഭൂഗർഭജല വിഭവത്തിന്റെ നാനാതരം പ്രതിസന്ധിയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു മുൻ കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമായിരുന്ന ഡോക്ടർ ജെസിയ NP. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് ഭൂഗർഭജലം. വർദ്ധിച്ച രീതിയിലുള്ള ഉപയോഗം, കാലാവസ്ഥാ മാറ്റവും മറ്റ് മനുഷ്യ ഇടപെടലുകളും ആഗോള തലത്തിലും പ്രാദേശിക തലത്തിലും ഈ ജലസ്രോതസ്സിൻ്റെ ഗുണത്തിലും അളവിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. ത്വരിതഗതിയിലുള്ള നഗരവൽക്കരണം, ഭൂവിനിയോഗത്തിലും കൃഷിരീതിയിലുമുള്ള അശാസ്ത്രീയമായ രീതികൾ, ജലസ്രോതസ്സുകളിലേക്ക് വിവേചനരഹിതമായ രീതിയിലുള്ള മാലിന്യങ്ങളുടെ നിക്ഷേപം, തണ്ണീർത്തടം നികത്തൽ, കൃഷിഭൂമിയിലെ കയ്യേറ്റങ്ങൾ, അനധികൃതമായ മണൽ ഖനനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഭൂഗർഭജല സ്രോതസ്സുകളുടെ നിലനിൽപ്പിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാറകളിലുള്ള ഖനനങ്ങൾ കേരളത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലെ ഭൂഗർഭജല സ്രോതസ്സുകൾക്ക് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രകൃത്യാലുള്ളതും മാനുഷികവുമായ പ്രവർത്തനങ്ങൾ മൂലം പ്രാദേശിക ഭൂഗർഭജല പ്രവാഹ രീതികളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ സമീപ ദശകങ്ങളിലായി വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭജല വിനിയോഗത്തിലൂടെ ഭൂഗർഭ ജലാശയത്തിൽ നിന്നും ജലം നദികളുടെ പ്രവാഹത്തിലും അതുപോലെ ബാഷ്പീകരണത്തിലും പങ്കെടുത്തുകൊണ്ട് ആഗോള ജലചംക്രമണത്തിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഈ ചംക്രമണ വ്യവസ്ഥയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാവുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വരൾച്ച, വെള്ളപ്പൊക്കം, മഴയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവ ഭൂഗർഭജലത്തിന്റെ അളവിനെയും അതോടൊപ്പം തന്നെ ഗുണനിലവാരത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ദീർഘകാലമുള്ള വരൾച്ച ചെറുതും ആഴം കുറഞ്ഞതുമായ ഭൂഗർഭ ജലാശയങ്ങളെ ശോഷിപ്പിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭജല ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഭൂഗർഭജല നിരപ്പിലും അതുപോലെ തന്നെ ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരത്തിലും വളരെയധികം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 17% അസസ്മെന്റ് യൂണിറ്റുകൾ ഓവർ എക്സ്പ്ലോയിറ്റഡ് ഗണത്തിൽ പെടുന്നവയാണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഭൂഘടനയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അസമമായിട്ടുള്ള ഭൂഗർഭജല വിതരണവും കാണാൻ സാധിക്കും. ഇടനിലം, ഉയർന്ന പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ എന്ന രീതിയിലാണ് കേരളത്തിന്റെ ഭൂഘടന. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂഗർഭജലത്തിന്റെ വിതരണവും തുല്യമായ രീതിയിലല്ല നമുക്ക് കാണാൻ സാധിക്കുക. കേരളത്തിലെ ഇടനിലങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് വൻതോതിൽ ജലക്ഷാമം നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജലക്ഷാമം നേരിടുമ്പോൾ ജലപ്രവാഹത്തിന്റെ നിരക്കിൽ കുറവ് സംഭവിക്കുകയും ഇത് മറ്റ് ഉപരിതല ജല സ്രോതസ്സുകളിലും അതായത് നമ്മുടെ നദികളിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും.
മഴയുടെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയോ അതുപോലെ കാലവർഷത്തിൽ കാലതാമസം നേരിടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കിണറുകൾ വറ്റുന്ന പ്രതിഭാസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ബോർവെൽ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നത് കൊണ്ട് ജലലഭ്യതയിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണ രീതികളും പരമ്പരാഗത ജലസംഭരണികളായ അതായത് കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ നശിക്കുന്നതും മൺസൂണിലുണ്ടാകുന്ന ഉപരിതല ജലപ്രവാഹം വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്നു. ഭൂഗർഭജലത്തിൻ്റെ അളവിലുള്ള കുറവ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അതിൻ്റെ ഗുണനിലവാര തകർച്ച. തീരദേശ മേഖലകളിൽ ഭൂഗർഭജലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തീരദേശ ശോഷണവും ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റവുമാണ്. ഉപ്പുവെള്ളത്തിൻ്റെ കടന്നുകയറ്റം മൂലം തന്നെ ഭൂഗർഭജലത്തിൻ്റെ ഗുണനിലവാരത്തിൽ കാര്യമായ തകർച്ച നേരിടുന്നു. തന്മൂലം കുടിവെള്ളത്തിന് അനുയോജ്യമായ ജലത്തിൽ ക്ഷാമം നേരിടുകയും ചെയ്യുന്നു. ഭൂഗർഭജലം കുറയുന്നതോടെ ഉപ്പ് കലർന്ന കടൽ ജലം തീരദേശത്തെ ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നത് തീരദേശ ഭൂപ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഡോക്ടർ ജസിയ NP തുടരുന്നു. ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ലവണാംശത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നൈട്രേറ്റ്, ആർസനിക്, ഫ്ലൂറൈഡ്, അയൺ തുടങ്ങിയവയുടെ സാന്നിധ്യം. അതുപോലെ തന്നെ അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഭൂഗർഭജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടുവരുന്നു എന്നതാണ്. കേരളത്തിലെ ഭൂഗർഭജലത്തിൽ ഗുണനിലവാര തകർച്ച നേരിടാൻ പ്രധാന കാരണമായി കണ്ടുവരുന്നത് നൈട്രേറ്റ്, ഫ്ലൂറൈഡ്, ആർസനിക് തുടങ്ങിയവയുടെ സാന്നിധ്യമാണ്. ഇവയുടെ സാന്നിധ്യം കേരളത്തിലെ ജനങ്ങളിൽ ദീർഘകാലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഭൂഗർഭജല സംരക്ഷണത്തിലെ സാമൂഹികമായ പങ്കാളിത്തത്തിൽ വരുന്ന അപാകതകൾ ഭൂഗർഭജലത്തിൻ്റെ സുസ്ഥിരമായ കൈകാര്യം ചെയ്യലിലും വികസനത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, കാര്യക്ഷമമായ ഭൂഗർഭജല മാനേജ്മെന്റിലെ ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ വ്യക്തമായ സാമൂഹിക പങ്കാളിത്തമില്ലായ്മ ഇവ തരണം ചെയ്യാനായി ശക്തമായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുള്ള ഭൂഗർഭജല വിനിയോഗ പ്രവർത്തനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിനായിട്ട് നമുക്ക് നൂതനമായ ഗവേഷണ രീതികളും സാങ്കേതിക വിദ്യകളും നയസമീപനങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ്. റിമോട്ട് സെൻസിംഗ് ടെക്നിക്കുകളും മെഷീൻ ലേണിംഗുകളും ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഭൂഗർഭജല മാപ്പിങ്ങുകളും വിശകലന രീതികളും റീചാർജ് സാധ്യത പ്രവചന പഠനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇവയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഭൂഗർഭജല വിനിയോഗ പ്രവർത്തന പരിപാടിയാണ് ആശ്രയിക്കേണ്ടത്. അതുപോലെ തന്നെ ജലഗുണനിലവാരവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിലെ പരിപാലനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിനായി നമുക്ക് ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതാണ്. ജല സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നൂതന ഗവേഷണ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ സ്ഥലങ്ങളിൽ ചെക്ക് ഡാമുകൾ, പോണ്ടുകൾ, അതുപോലെ തന്നെ ടാങ്കുകൾ എന്നിവ നിർമ്മിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗത്തിലേക്ക് വഴിതെളിക്കും. ഭൂഗർഭജലത്തിൻ്റെ അമിതമായ ഉപയോഗം, മലിനീകരണം എന്നിവ ഭൂമിയിലെ ജലസ്രോതസ്സിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. മഴയും നദിയും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലൂടെ ഭൂമിയിലേക്കുള്ള ജലനിക്ഷേപം അനുദിനം കുറഞ്ഞു വരുന്നുണ്ട്. കുഴൽക്കിണറുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഭൂഗർഭജലത്തിൻ്റെ ഉപയോഗം എന്നിവ സമ്പന്നമായ ഭൂഗർഭജലത്തിൻ്റെ ലഭ്യതയിൽ കുറവ് വരുത്താൻ കാരണമാകുന്നുണ്ട്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂഗർഭജലം എന്ന പ്രകൃതി വിഭവത്തെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റും ജില്ലാ ഓഫീസറുമായ ലീന കെ. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി സംസ്ഥാനത്ത് ഭൂജല ഉപയോഗത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനസംഖ്യയിലുള്ള വർധനവ്, ദ്രുത നഗരവൽക്കരണം, വ്യവസായവൽക്കരണം എന്നിവയാണ് ഇതിന് മുഖ്യ കാരണം. കേരളത്തിലെ 88% പ്രദേശങ്ങളും ക്രിസ്റ്റലൈൻ അഥവാ കരിങ്കൽ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ 25 മീറ്റർ മുതൽ 30 മീറ്റർ താഴ്ച വരെ വെട്ടുകല്ലും ദുർബലമായ പാറകളും കാണപ്പെടുന്നു. ഇതിനു താഴെ കരിങ്കൽ പാറകളാണ്.
വെട്ടുകല്ലിലും ദുർബലമായ പാറകളിലുമുള്ള ഭൂജലം തുറന്ന കിണറുകളിൽ കൂടി ലഭ്യമാകുന്നു. കരിങ്കല്ലുകളിലെ വിള്ളലുകളിലും അടുക്കുകളിലുമുള്ള ഭൂജലം ആണ് കുഴൽ കിണറുകൾ അഥവാ ബോർവെല്ലുകളിൽ കൂടി ലഭ്യമാകുന്നത്. കേരളത്തിന്റെ ബാക്കി 12% പ്രദേശങ്ങൾ തീരദേശ മേഖലയാണ്. ഈ പ്രദേശങ്ങളിൽ കരിങ്കല്ലുകൾ 30 മീറ്റർ മുതൽ 600 മീറ്റർ വരെ ആഴത്തിലാണ് കാണപ്പെടുന്നത്. കരിങ്കല്ലുകളിൽ മണൽപ്പാറ, ചുണ്ണാമ്പുകല്ല്, കളിമണ്ണ് എന്നിവയുടെ അട്ടികളിൽ ഉൾപ്പെടുന്ന അവസാദ ശിലയാണ് കാണപ്പെടുന്നത്. ഇതിൽ മണലിൻ്റെയും മണൽപ്പാറകളുടെയും അട്ടികളിൽ വൻ ഭൂജലശേഖരം കാണപ്പെടുന്നത്. ജലമലിനീകരണത്തിന് പ്രധാന കാരണങ്ങൾ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ, കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം, നഗരമാലിന്യങ്ങൾ, സെപ്റ്റിക് ടാങ്ക് മാലിന്യം, പ്ലാസ്റ്റിക്, എണ്ണ, ലോഹങ്ങൾ എന്നിവയുടെ ഉപയോഗം തുടങ്ങിയവയാണ്. തീരദേശ പ്രദേശങ്ങളിൽ അമിത ജലചൂഷണം ശുദ്ധജലത്തിൽ ഉപ്പുവെള്ളം കലരുന്നതിന് ഇടയാക്കുന്നു. ജലമലിനീകരണം തടയാൻ വ്യക്തിപരമായ തലത്തിലും സമൂഹം എന്ന നിലയ്ക്കും നിരവധി കാര്യങ്ങൾ ചെയ്യാനാകും. ഇതിൽ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, കാർഷിക രീതികളിൽ മാറ്റങ്ങൾ വരുത്തുക, വ്യാവസായിക മാലിന്യം നിയന്ത്രിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ഭൂഗർഭജലം മണ്ണിന്റെ സ്വഭാവത്തെ നിർണയിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും ജൈവ ശൃംഖലയെയും നിലനിർത്തുന്ന ജലം ഭൂമിയുടെ ജീവനാണ് എന്ന് പറയാം. ജലത്തിന്റെ നിലനിൽപ്പിനെയും ഭൂമിയുടെ നിലനിൽപ്പിനെയും മനസ്സിലാക്കിക്കൊണ്ടുവേണം ഭൂഗർഭജലം വിനിയോഗിക്കാൻ. ജലമില്ലെങ്കിൽ ജീവനില്ല എന്നത് അടിസ്ഥാന ബോധ്യമായി മാറേണ്ടതുണ്ട്. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. നിർവഹണ സഹായം ഷിബിൻ കെ.